ഇന്ന് കാണിക്കാൻ പോകുന്നത് മൈലേജ് ടെസ്റ്റാണ്. മൈലേജ് ടെസ്റ്റ് പറഞ്ഞാൽ 3 പെട്രോളിൻ്റെ മൈലേജ് കേട്ടോ. 3 പെട്രോൾ എന്ന് പറഞ്ഞപ്പോൾ CNG-യിലാണ് മൈലേജ് ടെസ്റ്റ് നടത്തുന്നത്. അപ്പോൾ അതിൻ്റെ കൂടെ 2009 CNG വണ്ടി എത്ര മൈലേജ് കിട്ടുമെന്നും കൂടെ അറിയാം. പിന്നെ ഞാൻ 3 വണ്ടികളിൽ ഒന്ന് MRPL-ലാണ്, പിന്നെ 2 ഇന്ത്യൻ ഓയിലാണ്, ഭാരതാണ്. ഈ 3 പെട്രോൾ എൻ്റെ ലൊക്കാലിറ്റിയിലുള്ള പമ്പിൽ വെച്ച് ആ പമ്പിൽ നിന്ന് വാങ്ങിയ പെട്രോളാണ്. ഡിപ്പെൻഡ് ഓൺ പെട്രോൾ പമ്പ് മാറുന്നതനുസരിച്ച് മൈലേജ് വ്യത്യാസം ഉണ്ടാവാൻ സാധ്യത ഉണ്ട് എന്നാണ് എനിക്ക് കിട്ടിയ അറിവ്. കാരണം പിന്നെ ഓരോ പമ്പുകളെ പ്രവർത്തന രീതി വ്യത്യസ്തമായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളതിനെക്കുറിച്ചൊന്നും പറയുന്നില്ല. എനിക്ക് കിട്ടുന്ന റിസൾട്ട് എന്താണ്, എൻ്റെ ഒരു പരീക്ഷണമാണ്. എനിക്ക് കിട്ടുന്ന റിസൾട്ട് എന്താ അത് വെച്ച് നിങ്ങളെ ഏരിയയിലെ പെട്രോൾ പമ്പ് വെച്ച് നിങ്ങളൊന്ന് അടിച്ചുകൊണ്ട് പരീക്ഷ നോക്കുക. അപ്പോൾ ഇതിൽ കഴിഞ്ഞ പമ്പിൽ എനിക്ക് കിട്ടിയിരിക്കുന്നത് നേരെ പമ്പായിരുന്നു എനിക്ക് കൂടുതൽ കിട്ടിയിരുന്നത്. പക്ഷേ എന്നിരുന്നാലും ഞാൻ നേരെ ഒന്നും കൂടെ ചെക്ക് ചെയ്യുന്നുണ്ട്. ചില സമയങ്ങളിൽ ദിവസങ്ങളിൽ ചിലപ്പോൾ ചില ലോഡുകളിൽ ചിലപ്പോൾ മൈലേജ് കൂടുതൽ വന്നേക്കാം. അപ്പോൾ അതുകൊണ്ട് എല്ലാ സമയത്തും കിട്ടിക്കൊള്ളണമെന്നില്ല. എന്തായാലും നേരെയും ഇതിൽ കൂടുതൽ കിട്ടുന്നൊരു പെട്രോളും വെച്ച് ഞാൻ ഒന്നുകൂടി ടെസ്റ്റ് നടത്തുന്നുണ്ട്, ഏതാണ് ബെറ്റർ എന്നുള്ളത്. ഏതായാലും ഇപ്പം നിലവിൽ 3 പമ്പിൽ വെച്ച് എൻ്റെ ലൊക്കാലിറ്റിയിലുള്ള പമ്പ് വെച്ചാണ് നിൽക്കുന്നത്. ഇത് വെച്ച് എല്ലാ പമ്പിനും ഞങ്ങൾ വിലയിരുത്തരുത്. ഓക്കെ, അപ്പോൾ ഏതായാലും നമ്മൾ ആദ്യമായിട്ട് ചെയ്യാൻ പോകുന്ന 50 ml പെട്രോൾ വെച്ചൊരു CI എഞ്ചിൻ്റെ മൈലേജ് ടെസ്റ്റാണ്. ഇതിൽ 842.2 കിലോമീറ്റർ കാണിക്കുന്നത്. ഞാൻ പോയിൻ്റാണ്, എവിടെ നിന്നാണ് ഇറങ്ങുന്നത് തിരിച്ച് വരും. അതേമാതിരി 3 പ്രാവശ്യമായിട്ട് ഒരേ സ്ഥലത്തേക്ക് പോകുന്നുള്ളൂ. അതുകൊണ്ട് 50 ml പെട്രോൾ ഒഴിച്ച്. അതുകൊണ്ട് നമുക്ക് ആദ്യം തന്നെ ഞാനിപ്പോൾ ഒഴിച്ചേക്കുന്ന MRPL പെട്രോളാണ്. ഇതിലാണ് അളന്നേക്കുന്നത്. ഇതിൽ 50 മില്ലി പെട്രോൾ. ഇതിൽ 50 മില്ലി പറഞ്ഞാൽ കറക്റ്റ് അല്ല കേട്ടോ. അപ്പോൾ മൈലേജ് ടെസ്റ്റിൻ്റെ 50 മില്ലി കറക്റ്റ് അല്ല. അപ്പോൾ ഇതിൽ 50 മില്ലി എടുത്തിട്ടാണ് പെട്രോൾ അതിൽ ഒഴിച്ചത്. അപ്പോൾ ഞാൻ വേറെ വീഡിയോ ക്യാമറ വെച്ചായിരുന്നു വീഡിയോ എടുത്തത്. അപ്പോൾ ആ വീഡിയോ ഒഴിച്ച് കഴിഞ്ഞു. അതുകൊണ്ട് ക്യാമറയിൽ സൗണ്ട് കിട്ടുന്നില്ല. അതുകൊണ്ട് ഇപ്പം ഞാൻ മൊബൈൽ ഉപയോഗിച്ചാണ് ചെയ്യുന്നത്. മൈക്കിനെന്തോ കംപ്ലയിൻ്റ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ക്ഷമിക്കുക. അതുകൊണ്ട് ഒഴിക്കുന്നത് കാണിച്ചിരുന്ന ആ വീഡിയോയിൽ ആ ക്യാമറയിൽ സൗണ്ട് കിട്ടാത്തതുകൊണ്ട് ഞാൻ അവസാനം മൊബൈലെടുത്തിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ നിലവിൽ നമുക്ക് നോക്കാം. ആദ്യം MRPL പോയിൻ്റ് ഇവിടുന്ന് ഞാൻ പുറപ്പെടും. ഇവിടുന്ന് പുറപ്പെട്ട് ഇത് എവിടെയാണ് എത്തുന്നത് അവിടെ പോകും. അതേമാതിരി തിരിച്ചിവിടെ വന്ന പെട്രോൾ തീർത്തതിന് ശേഷം തിരിച്ചിങ്ങോട്ട് വരും. ഫ്യൂൽ ടാങ്കിലെ പെട്രോൾ തിരിച്ചിങ്ങോട്ട് വരും. ഇവിടുന്ന് വീണ്ടും ഒഴിവാക്കി വീണ്ടും സ്റ്റാർട്ട് ചെയ്യും. അതേമാതിരി പോകും. ഏതാണോ കൂടുതൽ ഓടുന്നത് ആ പെട്രോൾ കൂട്ടത്തിൽ നല്ലതാണെന്ന് വിചാരിക്കുക കേട്ടോ. ആദ്യം ഞാൻ ഒഴിച്ചേക്കുന്ന MRPL നമുക്ക് നോക്കാം. ഇപ്പോൾ നോക്കാൻ ഞാൻ പെട്രോൾ ഓൺ ചെയ്യാൻ പോവാണ്. ഓൾറെഡി കാർബറേറ്ററിൽ പെട്രോൾ ഇല്ല. ഓൺ ചെയ്യാൻ പോവാണ്. ഓക്കെ, മൈലേജ് കറക്റ്റ് നോക്കുക. 842.2 കേട്ടോ. കറക്റ്റ് ഈ ഒരു പൊസിഷൻ തന്നെ ആയിരിക്കും നോക്കുക. ഈ ഒരു പൊസിഷൻ തന്നെ ആയിരിക്കും ഓരോ വണ്ടിയും ഞാൻ എടുക്കാൻ പോകുന്നത്. ഓരോ പെട്രോളും ഞാൻ എടുക്കാൻ പോകുന്നത് കേട്ടോ. ഓരോ 50 ml വെച്ചിട്ടും ഇതേ പൊസിഷൻ തന്നെ ആയിരിക്കും എടുക്കാൻ പോകുന്നത്. പോയി തിരിച്ച് വരും. അതേമാതിരി ഞാൻ രണ്ടാമത് തുടങ്ങും. ഓക്കെ, നമുക്ക് തുടങ്ങാം. വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. സ്റ്റാർട്ടിങ്ങിന് ചെറിയൊരു വിഷയമില്ല. വണ്ടി അടുത്ത് വർക്കിന് വന്ന വണ്ടിയാണ്. കഴിഞ്ഞു കേട്ടോ. അപ്പോൾ നോക്കുക, ഈ തലാപ്പിൽ എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് എത്തിയത്. അപ്പോൾ കറക്റ്റ് പോയിൻ്റ് നോക്കുക. ഇതാണ് നമ്മളെ പോയിൻ്റ് കേട്ടോ. ഈ മഞ്ഞ ഈ തലാപ്പിൽ വർക്ക്ഷോപ്പ്, ടൂ വീലർ വർക്ക്ഷോപ്പ് എന്നുള്ളതിൻ്റെ ഒരു മഞ്ഞ പോയിൻ്റാണ്. ഇവിടെയാണ് വണ്ടി ഇപ്പോൾ എത്തിയേക്കുന്നത് വെച്ചിട്ട് നമ്മൾ തിരിച്ച്
പോവാണ്. MRPയിൽ പെട്രോൾ ഇതുവരെ എത്തി. ഓക്കെ, ഇനി അത് കവർ ചെയ്യുന്നുള്ളത് നോക്കാം നമുക്ക്. 43.8 ആണുള്ളത് കേട്ടോ. 42.2 ആയിരുന്നു. അപ്പോൾ 43.8 ഓടിയത്. ഇപ്പോൾ കറക്റ്റ് 1.6 കിലോമീറ്ററാണ് ഇപ്പോൾ ഈ വണ്ടി ഓടിയത്. 1.6 കിലോമീറ്റർ 50 ml 1.6. ഓക്കെ, അപ്പോൾ 100 ml 3.2. അപ്പോൾ 1 ലിറ്ററിന് 32 കിലോമീറ്ററാണ് പഴയ വണ്ടി ഒരു CNG വണ്ടി മൈലേജ് കിട്ടിയേക്കുന്നത്. ഓക്കെ, ഇനി അടുത്ത പെട്രോൾ നോക്കാം നമുക്ക്. അടുത്ത ഭാരത് പെട്രോളാണ്. ഇത് 50 മില്ലിയാണ് കറക്റ്റ് എടുത്തേക്കുന്നത്. നോക്കാം കേട്ടോ, കറക്റ്റ് ലൊക്കേഷനാണ്. ഞാൻ ഇവിടെ നിന്നാണ് ഇറങ്ങാൻ പോണേ. 1.6 കിട്ടി. 845.4 ഇപ്പോൾ ഉള്ളത് കേട്ടോ. 845.4. അത് നോക്കുക. അപ്പോൾ ഞാൻ ഇത് ഓൺ ചെയ്യാൻ പോവാണ്. ഓൺ ചെയ്തു. ഓക്കെ, ഇനി സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. കഴിഞ്ഞോ, സ്ഥലം കവർ ചെയ്തു. അപ്പം അത്രയും കവർ ചെയ്ത് കുറച്ച് കവർ ചെയ്ത് വന്നിട്ടുണ്ട് കേട്ടോ. 47.1 ആയിട്ടുണ്ട്. നോക്കുക, 45.4 ആയിരുന്നു. ഇപ്പോൾ 47.1 ആയി. അപ്പോൾ നമുക്ക് ഭാരത് പെട്രോൾ കിട്ടിയ 34 കിലോമീറ്ററാണ് കേട്ടോ. 34 കിലോമീറ്റർ, 2 കിലോമീറ്റർ കൂടുതൽ ഭാരത് പെട്രോൾ ഇതിൽ എനിക്ക് കാണിക്കുന്നുണ്ട്. അപ്പം നമുക്ക് അടുത്ത് ഉള്ളത് ഇന്ത്യൻ ഓയിലാണ്. ഇന്ത്യൻ ഓയിൽ 50 ml എടുത്തിട്ടുണ്ട്. നോക്കുക, ഇതുകൂടി ആയിക്കഴിഞ്ഞാൽ നമുക്ക് ഫൈനൽ ചെയ്യാം. ഏറ്റവും കുറവുള്ള ഒന്നുകൂടി ടെസ്റ്റ് ചെയ്യും കേട്ടോ. ഏറ്റവും കുറവ് മൈലേജുള്ള ഒന്നുകൂടി ടെസ്റ്റ് ചെയ്യും. ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവും. വലിയ വ്യത്യാസം വരുമ്പോൾ മാത്രമേ ചെറിയ വ്യത്യാസം നമ്മൾ വണ്ടി ഓടിക്കും. ബ്രേക്കിങ്ങിന്, ചെറിയ ഗിയർ ചേഞ്ചിങ്ങിന്, ചെറിയ ഷിഫ്റ്റിങ് മാക്സിമം ഞാൻ ശ്രമിക്കുന്നുണ്ട്. 9 എത്തുന്നുള്ളൂ. എന്നാലും പോയിൻ്റ് വലിയൊരു വിഷയം തന്നെയാണ്. നോക്കാം നമുക്ക് വലിയ വ്യത്യാസം ഉണ്ടോയെന്നുള്ളത്. 50 ml ചെറിയൊരു വ്യത്യാസവും ക്വാണ്ടിറ്റി ആകുമ്പോൾ വലിയൊരു വ്യത്യാസമാണ് വരിക. സെയിം ലൊക്കേഷൻ തന്നെയാണ്.
അപ്പോൾ ഇത് ഏകദേശം ഈക്വൽ തന്നെയാണ് കേട്ടോ. 5.5 കറക്റ്റ് പൊസിഷനിലാണ് എത്തിയേക്കുന്നത്. വണ്ടി ഓഫായതും ഇനി നമുക്ക് ഒന്നും കൂടെ നോക്കാം. MRPയിൽ ഒന്നും കൂടെ നോക്കുന്നുണ്ട് ഞാൻ, അതും കൂടെ നോക്കി നമുക്ക് കൺഫേം ചെയ്യാം കേട്ടോ. ഈ രണ്ട് പെട്രോളും ഏകദേശം സെയിം തന്നെയാണ്. ഭാരതും ഇന്ത്യൻ ഓയിലും തമ്മിൽ സെയിം മൈലേജ് തന്നെയാണ് കിട്ടുന്നത്. വലിയ വ്യത്യാസമൊന്നും എനിക്ക് ഈ ചെറിയ ടെസ്റ്റിൽ കാണാനില്ല. MRPയിൽ താരതമ്യേന കുറച്ച് കുറവായിട്ട് കാണുന്നില്ല. MRPയിൽ നമുക്ക് ഒന്നുകൂടെ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം കേട്ടോ. എനിക്ക് കഴിയുന്ന രീതിയിൽ മാക്സിമം കറക്റ്റ് അക്യൂറേറ്റുള്ള വിവരങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഞാൻ നോക്കുന്നത് കേട്ടോ. അപ്പോൾ കുറച്ച് ലെഹഗും പിന്നെ കുറച്ച് സ്ലോ ഒക്കെ ആയിരിക്കും വീഡിയോ. നമുക്ക് എഡിറ്റിംഗ് ഒന്നുമില്ല. മെയിനായിട്ട് ഒരു വീഡിയോ എടുത്തിട്ട് എഡിറ്റ് ചെയ്ത് പിന്നെ വോയിസ് കൊടുക്കുന്ന ഇതല്ല കേട്ടോ, സ്പോട്ട് വോയിസ് ആണ്. അപ്പോൾ MRPയിൽ തന്നെ ഒന്നും കൂടെ എടുത്തേക്കാം 50 മില്ലി. ഞാൻ ഒന്നുകൂടെ നോക്കട്ടെ കേട്ടോ. നേരത്തെ എനിക്ക് ചെറിയ ഡൗട്ട് തുടങ്ങി, ചെറിയ ചോക്കിലായിരുന്ന വണ്ടി കൊണ്ട് സംശയമുണ്ട്, അതുകൊണ്ടാണ് ഒന്നുകൂടെ ചെയ്യുന്നത് കേട്ടോ. നേരെ ചോക്ക് ഓഫാക്കാൻ മറന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട്, അപ്പോൾ അതുകൊണ്ട് ചെറിയ വേരിയേഷൻ വരാം. അപ്പോൾ എന്നാലും നമുക്ക് ഇതും ഒന്നുകൂടെ നോക്കിയിട്ട് ഒരു കൺക്ലൂഷനിൽ എത്താം കേട്ടോ. നോക്കുക, 852.2 ആണ് ഉള്ളത്. അപ്പോൾ ഇത് വിന്നറായി കഴിഞ്ഞാൽ ഓക്കെ, MRPയിൽ ഓക്കെ എന്ന് പറയാം. ബാക്കി രണ്ട് പെട്രോൾ ഏകദേശം സെയിം, ചെറിയൊരു പോയിൻ്റ് മാറ്റമുണ്ട്. ഇന്ത്യൻ ഓയിൽ ചെറിയൊരു പൊടിക്ക് കൂടുതലുണ്ടെന്ന് തോന്നുന്നു കേട്ടോ. അത് കുറച്ച് കൂടുതലാകുമ്പോൾ എന്നാലും പറയാനൊന്നും പറ്റില്ല. ചെറിയ ബ്രേക്കിങ് ഞാൻ മാക്സിമം തന്നെ 4th ഗിയറിൽ തന്നെ 60 മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടാണ് പോകുന്നത്. നിങ്ങൾ നോക്കുക, മറ്റേ ബ്രേക്കിംഗ് ഇല്ലാത്ത രീതിയിൽ 1-2 പ്രാവശ്യം ചെറിയ ലൈറ്റ് ബ്രേക്കിംഗ് ഉപയോഗിച്ചിട്ടുണ്ട്. അതെല്ലാം ടെസ്റ്റ് ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട്. അല്ലാതെ വേറെ കാര്യം സ്ലോ ഡൗൺ ഒന്നും ഉണ്ടായിട്ടില്ല. ചെറിയ രീതിയിൽ മാത്രം എല്ലാം ഈക്വൽ തന്നെയാണ്. എന്നാലും ചെറിയ മാറ്റങ്ങളൊന്നും നിങ്ങൾ പ്രശ്നമാക്കേണ്ട, കാരണം നമ്മൾ ഡ്രൈവിംഗ് അനുസരിച്ചുണ്ടാവും. വലിയ മാറ്റം ഏതെങ്കിലും വരുന്നുണ്ടോ മാത്രം നമ്മൾ നോക്കിയാൽ മതി. അപ്പോൾ നേരെ വലിയൊരു മാറ്റം വന്നിരുന്നു. ഏതായാലും നേരെ ഒന്നുകൂടി ടെസ്റ്റ് ചെയ്യുന്നുണ്ട്. അന്നത്തെ പെട്രോളായിരുന്നു, ഇപ്പോഴത്തെ പെട്രോൾ എങ്ങനെയുണ്ട് നോക്കണമല്ലോ നമുക്ക്. എപ്പോഴും ഇവർ ഒരേ പെട്രോൾ കൊടുത്ത് നോക്കണമല്ലോ. അപ്പോൾ നമുക്ക് ഇതും സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. ഇപ്പം ഇതിപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ചെറിയൊരു മാറ്റം MRPയിൽ കുറച്ചൊരു കൂടുതൽ കാണുന്നുണ്ടെങ്കിലും കൂടെ, അപ്പോൾ ഞാൻ നേരത്തെ ഫസ്റ്റ് ചോക്കിലിട്ട് വണ്ടി ഓടിയിരുന്ന കുറച്ച് കുറവായിരുന്നു കാണിച്ചിരുന്നത്. പക്ഷേ ഇത് ഞാൻ ത്രോട്ടിൽ കൊടുത്ത് കറക്റ്റ് സ്പീഡിൽ വന്ന് കുറച്ച് മുന്നോട്ട് പോന്നിട്ടുണ്ട്. 1.8 36 കിലോമീറ്റർ കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പം MRPയിൽ കുറച്ചുകൂടെ നല്ല പെട്രോളാണെന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ ഇനി നമുക്ക് ഒരു ഫൈനൽ ഡിസിഷൻ എടുക്കാൻ ഞാൻ കറക്റ്റായിട്ടൊരു ടെസ്റ്റ്, അതായത് ഇപ്പോൾ ഹൈവേ ആണ് ടെസ്റ്റ് ചെയ്യുന്നതെങ്കിലും കൂടെ നല്ല ട്രാഫിക്കാണ് വണ്ടിയിൽ. അപ്പോൾ ഞാൻ ടോപ്പ് ഗിയറിൽ തന്നെയാണ് പോകുന്നേക്കുന്നത്. 60 സ്പീഡ് മെയിൻറ്റെയിൻ ചെയ്താണ് വന്നത്. അപ്പോൾ ഞാൻ സ്പീഡൊക്കെ കറക്റ്റായിട്ട് ഈക്വലായിട്ട് ടെസ്റ്റ് ചെയ്ത് ബ്രേക്കിങ് കാല് വെക്കാതെ 3 സ്ഥലത്തും ലൈറ്റ് ബ്രേക്കിംഗ് ഉണ്ടായിരുന്നു. അതെല്ലാം ടെസ്റ്റ് ഞാൻ 3 സ്ഥലത്ത് മനഃപൂർവ്വം തന്നെ ബ്രേക്കിംഗ് ചെയ്തിട്ടുണ്ട്, ആവശ്യമില്ലെങ്കിലും കൂടെ. അപ്പോൾ അതെന്തായാലും നമുക്ക് ഇത് MRPയിൽ കുറച്ചൊരു ലൈറ്റായിട്ട് കൂടുതൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും നമുക്കൊരടുത്ത ടെസ്റ്റിൽ ഈ നയാരയും MRPയിൽ തമ്മിൽ എങ്ങനെയാണെന്നുള്ള കറക്റ്റ് പ്രോപ്പർ ടെസ്റ്റ് ചെയ്ത് കാണിച്ചത്. ഇത് കുറച്ച് രാവിലെ പുലർച്ചയ്ക്കോ അല്ലെങ്കിൽ ഹൈവേ നിരന്ന റോഡിൻ്റെ സ്ഥലത്ത് പോയിട്ട് കറക്റ്റാണ് ടെസ്റ്റ് ചെയ്ത് കാണിച്ചത് എത്രത്തോളം ഡിഫറൻറ്റ് വരുന്നുണ്ട് എന്നുള്ളത് കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി ഉടൻ കാണാം. അപ്പോൾ ഈ ഒരു ഇതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും MRPയിലാണ് ബെസ്റ്റ്, നേരാണ് ബെസ്റ്റ് എന്ന് തീരുമാനിക്കരുത്. അപ്പോൾ നിങ്ങൾ ലൊക്കാലിറ്റിയിലെ പെട്രോൾ പമ്പ് വെച്ചിട്ട് നിങ്ങളും ചെക്ക് ചെയ്യുക കേട്ടോ. നിങ്ങൾ സ്ഥിരമായിട്ട് വണ്ടി ഓടിക്കുന്ന ആളുകൾ അല്ലെങ്കിൽ 100 രൂപക്കോ 200 രൂപക്കോ ഒരു ഡീലായിട്ട് പെട്ടിയോ ഓടിക്കുന്ന എത്ര കിലോമീറ്റർ ഓടുന്നൊരു കണക്കുണ്ടാവുമല്ലോ. അപ്പോൾ നിങ്ങൾ ആ ഒരു പെട്രോൾ അടിച്ചതിന് ശേഷം നിങ്ങൾ സ്ഥിരമായിട്ട് വണ്ടി ഒന്ന് ഓടിച്ച് നോക്കി ഓരോ പെട്രോൾ മാറി ഓടിക്കുക. മെയിനായിട്ട് MRPയിൽ നേരം ചെക്ക് ചെയ്ത് നോക്കുക. അത് കഴിഞ്ഞിട്ട് ഭാരതി SP ഒക്കെ നോക്കാവുന്നതാണ്. ഭാരതി SP ഏകദേശം സേവിക്കൽ തന്നെയാണ് എനിക്ക് തോന്നുന്നു.
ബാക്കിയുള്ള മൈലേജും ചെറിയ മാറ്റമൊന്നും വന്നിട്ടില്ല. MRPയിൽ സ്ലൈറ്റ്ലി കുറച്ചൊന്നും അത് വലിയ കൂടുതലൊന്നും പറയുന്നില്ല, സ്ലൈറ്റായിട്ട് കുറച്ച് കൂടുതലായി കാണിക്കുന്നുണ്ട് ചെറിയ രീതിയിൽ കേട്ടോ, എല്ലാം ഒന്നും ഇല്ലെങ്കിലും കൂടെ. അപ്പോൾ സ്ലൈറ്റായിട്ട് 2 കിലോമീറ്റർ അധികം കാണിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും പിന്നെ ഞാൻ പറയുന്ന പെട്രോൾ അടി ഈ സമയത്ത് കഴിയുന്നതും പെട്രോൾ പുലർച്ചെ അടിക്കാൻ നോക്കുക. ഡെൻസിറ്റി ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ഡെൻസിറ്റിൻ്റെ കാര്യങ്ങളിൽ ഡെൻസിറ്റി 860 മുതൽ 760 മുതൽ 800 വരെയാണ് സാധാരണ E20 പെട്രോളിന് സാധാരണ ഡെൻസിറ്റി ഉണ്ടാവാറ്. അത് 15 ഡിഗ്രി സെൽഷ്യസ് ഇതിലാണ് വരിക. അതല്ല നമ്മൾ നോർമലായിട്ട് പോകുമ്പോഴത്തേക്ക് ഡെൻസിറ്റി ഒന്നും കാണില്ല. പിന്നെ 720 മുതൽ 775 വരെയാണ് നോർമൽ പെട്രോൾ ഉണ്ടാകുന്നത്. അപ്പോൾ ഈ ഒരു ഡെൻസിറ്റി ഒന്ന് നോക്കുക. 720ൻ്റെ താഴെയോ ആയിട്ടുള്ള പെട്രോൾ ആണെങ്കിൽ പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കണം. 720ൻ്റെ താഴെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങളെ ഡെൻസിറ്റി പെട്രോൾ കയ്യിൽ നിന്ന് പമ്പ് ഒഴിവാക്കിയേക്ക് നന്നാവുക. ബാക്കിയുള്ള കാര്യങ്ങൾ ഡെൻസിറ്റി എത്രത്തോളം കൂടുന്നു അതിനനുസരിച്ച് പെട്രോളിൻ്റെ ക്വാളിറ്റി കൂടും കേട്ടോ. ഓക്കെ, അപ്പോൾ അടുത്തൊന്ന് ഒന്നാണ് എൻ്റെ ഒരറിവ്. ഡെൻസിറ്റി എത്രത്തോളം പിന്നെ 45, 50, 60 നിൽക്കുന്ന പെട്രോൾ കുറച്ചുകൂടി നല്ലതായിരിക്കും എനിക്ക് തോന്നുന്നു. ഏതായാലും ഈ ഒരു ഡെൻസിറ്റി ചെക്ക് ചെയ്തിട്ട് ഡെൻസിറ്റി വെച്ചിട്ട് ഓരോ ഡെൻസിറ്റിയിലുള്ള പെട്രോൾ വെച്ച് ഞാൻ ചെക്ക് ചെയ്യുന്നുണ്ട് മൈലേജ് എങ്ങനെയാണ് കിട്ടുന്നത് എന്നുള്ളത്. അപ്പം ഈ ഒരു ഡെൻസിറ്റിൻ്റെ കാര്യം കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ ഒരുപാട് ആളുകൾ തിരുത്തണമെന്നൊക്കെ പറഞ്ഞത് പമ്പിൽ തന്നെ വിളിച്ചിട്ട് ഒരു പമ്പ് എന്ന് പറഞ്ഞ പക്ഷേ ഞാൻ കാര്യം പറഞ്ഞ് മനസ്സിലാക്കിയെടുത്ത് ഓർക്ക് മനസ്സിലായിട്ടുണ്ട് എങ്ങനെയാണ് എന്നുള്ളത്. 15 ഡിഗ്രി എല്ലാ പമ്പുകാരും എല്ലാ അറിവുകളുള്ള ആളുകളായിരിക്കും. ചിലപ്പോൾ സെയിൽ ബിസിനസ് മാത്രമായിരിക്കും അവർ കമ്പനി പറയുന്ന രീതിയിൽ മാത്രം ഫോളോ ചെയ്യുന്ന ആളുകളായിരിക്കാം. എന്തായാലും എൻ്റെ അറിവ് വെച്ചിട്ട് ഇതാണ് ഡെൻസിറ്റി കാണിക്കുന്നത്. ഞാൻ ഡെൻസിറ്റി ടെസ്റ്റ് ചെയ്തിട്ടില്ല, ഞാൻ ഡെൻസിറ്റി ടെസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇപ്പം നിലവിൽ ഏറ്റവും കൂടുതൽ ഇപ്പോൾ ഈ വണ്ടികളിൽ വെച്ച് ഏറ്റവും കൂടുതൽ മൈലേജ് ആയിട്ട് എനിക്ക് കിട്ടിയേക്കുന്ന നേരെയാണ്. അപ്പോൾ അതിൽ സ്ലൈറ്റായിട്ട് MRPയിലുണ്ട്. പക്ഷേ ഈ ഒരു സംഗതി MRPയിലും നേരെയും തമ്മിലുള്ള ടെസ്റ്റ് ഞാൻ അടുത്ത വീഡിയോയിൽ അപ്ലോഡ് ചെയ്യാൻ വളരെ വൃത്തിയായിട്ടാണ്. ഇപ്പോൾ നല്ല വെയിലാണ്, നല്ല എഫേർട്ട് എടുത്തിട്ടാണ് വീഡിയോ എടുക്കുന്നത് കേട്ടോ. ട്രാഫിക്കിലൊക്കെ അത് നിങ്ങളൊന്ന് പരിഗണിക്കണം. അടുത്ത വീഡിയോ കൂടെ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.